നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ഏറെ കാഴ്ചക്കാരുള്ള ജനപ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചത്. ഒട്ടേറെ നാടകീയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സീസണായിരുന്നു ഇത്. ഈ സീസണിനെ ആദ്യം തന്നെ വിവാദത്തിലെത്തിച്ചത് അസി റോക്കി എന്ന മത്സരാർത്ഥി സഹമത്സരാർത്ഥിയായ സിജോ ജോണിനെ മർദ്ദിച്ചതോടെയാണ്. കവിളെല്ലിന് സാരമായി പരിക്കേറ്റ സിജോ സർജറിക്ക് വരെ വിധേയനായിരുന്നു. ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ സിജോ അനുഭവിക്കുന്നുണ്ട്. സിജോയെ മർദ്ദിച്ചതിനാൽ അടുത്ത നിമിഷം തന്നെ അസി റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഷോയിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം റോക്കി ഇതുവരെയും സിജോയോട് ഒരു മാപ്പ് പോലും പറഞ്ഞിരുന്നില്ല. ഇടയ്ക്കിടെ വീഡിയോകൾ പലതും ചെയ്യാറുണ്ടെങ്കിലും സിജോയുടെ അവസ്ഥയെക്കുറിച്ച് ഒരിക്കൽ പോലും വ്യാകുലപ്പെട്ട് സംസാരിച്ചിട്ടേയില്ല. ഗ്രാൻഡ് ഫിനാലയിലേക്ക് ക്ഷണിക്കാത്ത പരിഭവവും പരാതിയും മാത്രമാണ് റോക്കി പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ പുതിയ വീഡിയോയിലൂടെ സിജോയുടെ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് റോക്കി. റോക്കിയുടെ വാക്കുകൾ ഇങ്ങനെ: ജിൻഡോയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ന്റെ വിജയ്. അർജുൻ സെക്കൻഡാണ്, ജാസ്മിൻ തേർഡാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള എല്ലാ സീസണുകളുമായും കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസൺ എല്ലാം കൊണ്ടും അടിപൊളി സീസൺ ആയിരുന്നു. സീസൺ 6 ഒഴികെ മറ്റെല്ലാ സീസണുകളും ഒരേ വേവ് ലെങ്തിൽ പോയിട്ടുള്ള സീസണാണ്. ഈ സീസണിൽ എല്ലാം ഉണ്ടായിരുന്നു. പഞ്ചിന് പഞ്ച്, മാസിന് മാസ്, അടിക്ക് അടി, ഫൈറ്റിന് ഫൈറ്റ്, ഡ്രാമ, ലവ് ട്രാക്ക്, തേപ്പ് ട്രാക്ക്, ട്രയാങ്കിൾ ട്രാക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഈ സീസണിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു അച്ചീവ്മെന്റ് ആയി കാണുന്നു. കൂടാതെ എനിക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റി. 18 ദിവസം മാത്രമാണ് സീസണിൽ നിന്നിട്ടും കേരളത്തിലുള്ള ആളുകളെല്ലാം എന്നെ തിരിച്ചറിഞ്ഞു. ആൾക്കാരുടെ ഇടയിലേക്ക് വരാൻ പറ്റി. അതുപോലെ ഒരുപാട് വിമർശനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങി. 6 വർഷത്തെ കാത്തിരിപ്പിനും 6 മാസത്തെ ട്രെയിനിങ്ങിനും ശേഷമാണ് ഞാൻ ഹൗസിലേക്ക് മത്സരിക്കാൻ വന്നത്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, രാവിലെ മുതൽ വൈകിട്ട് ലൈഫ് ഓഫാക്കുന്നത് വരെയും ഞാൻ ആക്റ്റീവാണ്. എന്റെ ഭാഗം ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ വിധി കാരണമാകാം അങ്ങനെ ഒരു സമയത്ത് എന്നെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്. അല്ലാതെ മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല. ആ സിറ്റുവേഷനിൽ നടന്ന ആക്സിഡന്റ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഷോയിൽ വന്നതുകൊണ്ട് കൊച്ചുകുട്ടികളുടെയും അമ്മമാരുടെയും എല്ലാം സ്നേഹം എനിക്ക് കിട്ടി. പിന്നെ ആ സംഭവത്തിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ ഉപദേശിച്ചു. ഹൗസിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ കപ്പും കൊണ്ടേ വരുമായിരുന്നുള്ളൂ. ജിൻഡോയെ ഹൗസിൽ കണ്ടപ്പോൾ വഴിതെറ്റി വന്നയാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അർജുൻ വളരെ ഷാർപ്പാണ്. ജാസ്മിൻ ആണ് എന്റെ ഫേവറേറ്റ്. കാരണം എന്റെ നല്ല എനിമിയായിരുന്നു. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, സിജോ, എനിക്ക് നിന്നോടൊരു വൈരാഗ്യവുമില്ല, ഒരു ദേഷ്യവുമില്ല. കാരണം ഹൗസിൽ നീ എനിക്ക് നല്ല ഫ്രണ്ട് തന്നെയായിരുന്നു. ഒരുപാട് നല്ല നിമിഷങ്ങൾ അവിടെ വെച്ച് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. പിന്നെ ആദ്യം നിന്നോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം നീ മൂലം ഞാൻ പുറത്തായി. പിന്നെ നിനക്ക് ഞാൻ കാരണം പ്രശ്നങ്ങളുണ്ടായി. കൺഫെഷൻ റൂമിൽ വെച്ച് തന്നെ ഞാൻ ഒരുപാട് മാപ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു സിജോ. ഐ ആം റിയലി സോറി. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ക്ഷമിക്കണം. സിജോയെ ഞാൻ ഇടിച്ചതിന്റെ പേരിൽ വിഷമിച്ച എല്ലാവരോടും, എന്നോട് ദേഷ്യം തോന്നിയ എല്ലാവരോടും ക്ഷമിക്കണം. ഈ സീസൺ 6 അറിയപ്പെടും. ഞാൻ വന്നതും പോയതും വാഴ്ത്തപ്പെടും. റോക്കിയെ എല്ലാവരും ഓർമ്മിക്കുമെന്നാണ് വീഡിയോയിൽ അസി റോക്കി പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.